ഒരു ബ്ലോഗിൽ നിന്നും അതിലുള്ള മുഴുവൻ പോസ്റ്റുകളെയും എങ്ങനെയാണ് ഒരു ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഈ മുഴുവൻ പോസ്റ്റുകളെയും മറ്റൊരു ബ്ലോഗിലേക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബ്ലോഗിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള അതിലെ മുഴുവൻ പോസ്റ്റുകളെയും ഒരു ഫയലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇതൊരു XML ഫയലാണ്. ഈ ഒരു XML ഫയൽ നമ്മൾ ബ്ലോഗറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ XML ഫയലിലുള്ള എല്ലാ പോസ്റ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്ലോഗിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഒരൊറ്റ പോസ്റ്റ് പോലും ഇല്ല. അവിടെ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പോസ്റ്റ്, സ്റ്റാറ്റസ്, കമൻറ്റ്, ഏണിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക. അപ്പോൾ മറ്റു ചില ഓപ്ഷൻസ് ലഭിക്കും. അത് നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അങ്ങനെ താഴേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്കവിടെ മാനേജ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഇമ്പോർട്ട് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും അവിടെ നമുക്കൊരു റീക്യാപ്ച ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ നമ്മൾ റീക്യാപ്ച ഫില്ല് ചെയ്യുക. അവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകളും പേജസും ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ആയിരിക്കുക. ഇത് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റസും പേജസും ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും ഈ ബ്ലോഗിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗ്യാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് ചെയ്യേണ്ട പോസ്റ്റസ് ഉൾപ്പെടുന്ന ഫയൽ എവിടെയാണോ അത് നമ്മൾ ബ്രൗസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ ഒരു ഫോൾഡർ ബ്രൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഫയൽ നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു പോസ്റ്റസ് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഞാൻ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ പോസ്റ്റുകളും ഇപ്പോൾ ഇതിലേക്ക് തിരികെ വന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ബ്ലോഗിലെ പോസ്റ്റുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുവാനും അതിനുശേഷം വീണ്ടും ഉപയോഗിക്കുവാനും സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.